ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ബോട്ടണി ലാബ് പ്രാക്ടിക്കലിൻ്റെ എക്സ്പീരിയൻസും റിവ്യൂവും വൈവ ക്വസ്റ്റ്യനും എല്ലാം ഞാനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ആക്കാം. അപ്പം ഇന്ന് ഞങ്ങൾക്ക് വന്ന ടീച്ചർ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിരുന്നു. ഇത്രയും ദിവസത്തേക്കാട്ടിൽ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിരുന്നു. ഞങ്ങൾ ലാബിനകത്ത് കയറി ഇച്ചിരി നേരം ഞങ്ങൾ ഫ്രീ ആയിട്ടിരുന്നു. ടീച്ചർ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് നമുക്ക് നമ്മുടെ ഒരു ബീക്കറിനകത്ത് സാധനം ഇട്ട് വെച്ചേക്കും. നമ്മൾ ചെയ്യേണ്ട സ്റ്റെമ്മാണോ റൂട്ടാണോ മോണോക്കോട്ട് അതിൻ്റെ ഇട്ട് വെച്ചേക്കും. അപ്പം ഞങ്ങൾ കയറി ചെന്നു. ടീച്ചർ പറഞ്ഞ് നിങ്ങളത് എടുത്തോളാൻ, അതിനകത്ത് എടുത്ത് ചെയ്തു. എന്നിട്ട് നിങ്ങൾ പേപ്പറും തന്നു. ഞങ്ങളുടെ സീറ്റിൽ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ അതിനകത്ത് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതി വരച്ച് ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളതെല്ലാം ചെയ്തു, എഴുതി വരച്ചു. എന്നിട്ട് മൈക്രോസ്കോപ്പിനകത്തൂടെ നോക്കി ടീച്ചറിൻ്റെ ഫ്രണ്ടിൽ സാധനം കൊണ്ടുവച്ചു. ഞങ്ങൾക്ക് ഡൈക്കോട്ട് സ്റ്റെമ്മായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വരച്ച് തീരുന്നതിന് മുമ്പിട്ട് പിന്നെ ഐഡൻറ്റിഫിക്കേഷന് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്പെസിമെൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ നെയിമും എഴുതാനുള്ളതല്ലേ. അപ്പം ഞാൻ പോയി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു BCD എന്നായിരുന്നു ആൽഫബറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് B സർഗാസ, C ബയോറിയാക്ടർ, പിന്നെ D അനാഫേസ് ആയിരുന്നു. ഇത് ഇത്രയും ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ അവിടെ പോയിരുന്ന് അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലേസ് വന്നിരുന്നപ്പോൾ ടീച്ചർ പറഞ്ഞ് ഈ സാധനം കാണിച്ചിട്ട് ഇതിൻ്റെ പേര് എഴുത്. അങ്ങനെ 2-3 സ്പെസിമെൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹൈഡ്രല്ല എക്സ്പെരിമെൻറ്റ്, പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ലൈക്കൻ, പിന്നെ ഗൈനീഷ്യം, പിന്നെ ആന്തർ വരെ ചെയ്ത അവസാനം പറഞ്ഞ് അതൊക്കെ ചെയ്തു. അങ്ങനെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വൈവ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പെരിമെൻറ്റിന് എയിമും ഏത് എക്സ്പെരിമെൻറ്റാണ് തന്നെ. പിന്നെ ആന്തറിൻ്റെ CS എടുത്തിട്ടുണ്ടായിരുന്നു, തന്നതെന്നും ചോദിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്, സബ് ചെയ്യാൻ മറക്കല്ലേ.